ചെന്നൈയിൽ നിന്നും നാഗർകോവിലേക്ക് പോകുന്ന കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിനിൽ രണ്ട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഓടി കളിക്കുകയാണ്. ചിലപ്പോൾ തമ്മിൽ വഴക്കിട്ട് അത് അടിയിൽ കലാശിക്കും. ചിലപ്പോൾ അവർ സീറ്റുകളുടെ മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കും. എന്നാൽ അടുത്തിരിക്കുന്ന അവരുടെ അച്ഛൻ ഇതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന രീതിയിൽ എന്തൊക്കെയോ ചിന്തയിൽ മുഴുകി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇടയ്ക്ക് കുട്ടികൾ അദ്ദേഹത്തെ നോക്കുമ്പോൾ നിറഞ്ഞ വാത്സല്യത്തോടെ അവരെ നോക്കി തിരികെ ഒന്ന് പുഞ്ചിരിക്കും. കുട്ടികൾ വീണ്ടും താങ്കളുടെ കുസൃതി തരങ്ങൾ തുടരുകയും ചെയ്യും. എന്നാൽ ട്രെയിനിലെ സഹയാത്രികർക്ക് ഇത് അത്ര കണ്ടങ്ങ് രസിച്ചില്ല. അവർ ആ അച്ഛനെയും കുട്ടികളെയും അക്ഷമരായി നോക്കിക്കൊണ്ടിരുന്നു. രാത്രിയായി, ഉറങ്ങാൻ സമയമായി. എന്നിരുന്നാൽ പോലും കുട്ടികളുടെ കളിയും ഓട്ടവും ചാട്ടവും ഒന്നും തന്നെ കൂടുന്നതല്ലാതെ കുറയുന്ന ലക്ഷണമൊന്നുമില്ല. അവസാനം കുട്ടികളുടെ കൈതട്ടി സഹയാത്രികർ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം അവിടെയൊക്കെ തട്ടിത്തെറിച്ചു പോയി. അപ്പോൾ ഒരു സഹയാത്രക്കാരി ക്ഷമ നശിച്ച് ആക്രോശിച്ചുകൊണ്ട് ചോദിച്ചു, "നിങ്ങളൊരു അച്ഛനല്ലേ? ഇത്ര കുരുത്തം കെട്ട കുട്ടികളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സാധാരണ അച്ഛനമ്മമാർ കുട്ടികളെ ശാസിച്ച് നിലക്കി നിർത്തും. നിങ്ങൾക്ക് യാതൊരു ശ്രദ്ധയുമില്ലല്ലോ. ഞങ്ങൾക്കെല്ലാം സമാധാനപരമായി കുറച്ചു നേരം ഉറങ്ങണമെന്നുണ്ട്." വളരെ ദേഷ്യപ്പെട്ട് തന്നെ അവൾ പറഞ്ഞു നിർത്തി. എല്ലാം പറയുന്നത് കേട്ട് നിശബ്ദനായി ആ സ്ത്രീയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്ന കുട്ടികളുടെ അച്ഛൻ പതുക്കെ പറഞ്ഞു തുടങ്ങി, "ഐ ആം സോറി. എങ്ങനെയാണ് പറയേണ്ടത്, എന്താണ് പറയേണ്ടത് എന്നെനിക്കറിയില്ല. എൻ്റെ ഭാര്യ പ്രായമായ അവളുടെ മാതാപിതാക്കൾക്കൊപ്പം താമസിക്കാനായി നാഗർകോവിലുള്ള അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. അവിടെ വെച്ചുണ്ടായ ഒരു കാർ അപകടത്തിൽ ഇന്നലെ അവൾ മരിച്ചു. അന്തികർമ്മങ്ങൾക്കായി കുട്ടികളെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഇനി ഒരിക്കലും അവർ അവരുടെ അമ്മയെ കാണില്ല എന്നെങ്ങനെ അവരോട് പറഞ്ഞു മനസ്സിലാക്കും എന്നെനിക്കറിയില്ല." ഇത് പറഞ്ഞു കഴിഞ്ഞതും അയാളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. എല്ലാവരും അത് കേട്ട് സ്തംഭിച്ചു നിന്നുപോയി. എന്തെങ്കിലും പറയാൻ പോയിട്ട് അല്പനേരത്തേക്ക് ആർക്കും ഒന്നും നേരാവണ്ണം ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. കുട്ടികൾ അപ്പോഴും ഓരോ കുറുമ്പും കാണിച്ച് കമ്പാർട്ട്മെൻറ്റുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടായിരുന്നു. ചുറ്റും നടക്കുന്ന കാര്യങ്ങളിലൊന്നും യാതൊരു മാറ്റവുമില്ല. എന്നാൽ പിന്നീട് അങ്ങോട്ട് നടന്നത് ആ കുട്ടികളെ സഹയാത്രികർ കണ്ടത് അച്ചടക്കമില്ലാത്ത കുട്ടികളായല്ല, എല്ലാവർക്കും എടുത്തിലാളിക്കാൻ കഴിയുന്ന സ്വന്തം മക്കളായിട്ടാണ്. ആ അച്ഛനെ ഒരു കാര്യപ്രാപ്തിയില്ലാത്ത വ്യക്തിയായല്ല, മറിച്ച് തൻ്റെ ഭാര്യയുടെ വേർപാടിൽ മനം നൊന്തിരിക്കുന്ന ഒരു ഭർത്താവും അച്ഛനുമായാണ് പിന്നീട് അവർ കണ്ടത്. നമ്മുടെ ചുറ്റുപാടുമുള്ളവർ ഒരു പ്രത്യേക രീതിയിൽ പെരുമാറുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള അവരുടെ അനുഭവം എന്താണെന്ന് നാം പലപ്പോഴും അറിയുന്നില്ല. അവർ എന്തൊക്കെയോ അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നറിയാതെ അവരെ പരുക്കൻ, വിഡ്ഢി, മോശക്കാരൻ, അഹങ്കാരി, അലസൻ എന്നിങ്ങനെയൊക്കെ പല രീതിയിൽ മുദ്ര കുത്തുന്നു. ജഡ്ജിങ് എ പേഴ്സൺ ഡസൻറ്റ് ഡിഫൈൻ ഹൂ ദേ ആർ, ഇറ്റ്സ് ഡിഫൈൻഡ് ഹൂ വി ആർ. ഒരാളെ വിലയിരുത്തുമ്പോൾ, ജഡ്ജ് ചെയ്യുമ്പോൾ അതുമൂലം നിർവചിക്കപ്പെടുന്നത് അവരാരാണെന്നല്ല, മറിച്ച് നിങ്ങൾ ആരാണെന്നാണ്. മറ്റുള്ളവരെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് തെറ്റില്ല, എന്നാൽ കാര്യമറിയാതെ അവരെ വിധിക്കാതിരിക്കാൻ ശ്രമിക്കാം.